ലക്ഷോപലക്ഷങ്ങൾക്ക് സാന്ത്വനമായി, ഹൃദയത്തിൽ ശാന്തിയുടെ ഉറവായി ഇന്നും ഇമ്പനാദമുതിർക്കുന്ന ഒരു ഗാനമാണ് സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. പച്ച മലയാളത്തിൽ ഈ വരികൾ കുറിച്ചിട്ടത് ഒരു മലയാളിയല്ല, വിദേശിയായ വോൾബ്രിറ്റ് നാഗൽ. 1867 നവംബർ 3 ജർമ്മനിയിൽ വോൾബ്രിറ്റ് നാഗലിന്റെ ജനനം. ഹാസൻ നഗരത്തിലായിരുന്നു അദ്ദേഹം ജനിച്ചു വീണത്. സ്വന്തം എന്ന് മലയാളം അദ്ദേഹം സ്വീകരിച്ചു. ഈ ഗാനത്തെ ആത്മാവിന്റെ സങ്കീർത്തനം എന്ന് ക്രൈസ്തവ സമൂഹം ഉൾക്കൊണ്ടു. എല്ലാ ശവസംസ്കാര ചടങ്ങുകളിലും അഭിവാജ്യ ഘടകമായി, നല്ല പശ്ചാത്തല സംഗീതമായി ഇന്നും ഈ ഗാനം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഒരു കൗമാരക്കാരനായ നാഗലിന്റെ ജീവിതത്തിൽ വഴിത്തിരിവായത് സഞ്ചാര സുവിശേഷകനായ ഒരു ചെരുപ്പുകുത്തിയുടെ സുവിശേഷ പ്രഭാഷണമായിരുന്നു. തന്റെ ഹൃദയം പൂർണ്ണമായി ക്രിസ്തുവിനു വേണ്ടി സമർപ്പിക്കപ്പെടുവാൻ അദ്ദേഹം തീരുമാനിച്ചു. അതിനുശേഷം 6 വർഷം സ്വിറ്റ്സർലാൻഡിലെ ബാസൽ എന്ന വൈദിക സെമിനാരിയിൽ അദ്ദേഹം പഠനം ചെയ്തു. ഇടയ്ക്കെന്നോ ഗുണ്ടർട്ടനെ പോലെ മലയാള നാടിനോട് അദ്ദേഹത്തിന് അഗാധമായ സ്നേഹം തോന്നി. പരിശീലനം പൂർത്തിയായ ഉടനെ തന്നെ നാഗൽ കേരളത്തിലേക്ക് തിരിച്ചു. 1893 ഡിസംബറിലായിരുന്നു ആ വരവ്. കണ്ണൂരിൽ വാണിയംകുളത്ത് ബാസൽ മിഷൻ സ്ഥാപനങ്ങളുടെ ചുമതലയായിരുന്നു ആദ്യത്തെ അദ്ദേഹത്തിന്റെ ദൗത്യം. പക്ഷേ ഔദ്യോഗിക തിരക്കുകളിൽ സുവിശേഷ പ്രവർത്തനത്തിന് സമയം തനിക്ക് മതിയാകാതെയായി. സ്വസ്ഥത നശിച്ചതുപോലെ തനിക്ക് തോന്നി. എല്ലാം ഇട്ടെറിഞ്ഞ് നാഗൽ ഒരു യാത്രയ്ക്കൊരുങ്ങി. കാണിപ്പാനിരിക്കുന്ന ദേശം തേടി നാഗൽ കാളവണ്ടി കയറി കുന്നംകുളത്തെത്തി. അവിടെ പ്രാർത്ഥനാ മന്ദിരം എന്നൊരു ബോർഡ് കണ്ടപ്പോൾ നാഗൽ അവിടെ ഇറങ്ങി. മന്ദിരത്തിന്റെ ഉടമസ്ഥൻ പാറമേൽ ഇട്ടൂപ്പിന്റെ അനുവാദത്തോടെ അവിടെ താമസവും തുടർന്നു. നാഗലിന് മലയാളത്തെയും മലയാളികളെയും അറിയുവാൻ കിട്ടിയ അസുലഭമായ നിമിഷമായിരുന്നു അത്. മലയാളത്തെ സ്വന്തമാക്കാൻ നാഗൽ തീവ്ര പരിശ്രമം തുടങ്ങി. അതിനുവേണ്ടി അദ്ദേഹം കൂടുതൽ വായിച്ചു, അറിഞ്ഞു, എഴുതി. ആംഗലേയ ചുവയില്ലാത്ത ലളിത ശുദ്ധമായ ഭാഷ വൈകാതെ അദ്ദേഹത്തിന് വഴങ്ങി. കുന്നംകുളത്ത് അധ്യാപികയായിരുന്ന ഹാരിയറ്റ് മിച്ചൽ എന്ന ആംഗ്ലോ ഇന്ത്യൻ യുവതിയെ ജീവിത സഖിയാക്കിയതോടുകൂടെ ഭാഷാ പഠനവും അദ്ദേഹത്തിന് കൂടുതൽ എളുപ്പമാകാൻ തുടങ്ങി. നാഗലിനെ ശ്രദ്ധേയനാക്കിയത് മറ്റൊന്നുമല്ല, അദ്ദേഹത്തിന്റെ അനായാസ സംസാരവും ഭാഷാ സ്വാധീനവും വാക്ചാതുര്യവുമാണ്. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എന്ന വിഖ്യാത ഗാനമാകട്ടെ തികച്ചും അവിചാരിതമായി ഉടലെടുത്തതാണ്. നാഗൽ ദമ്പതിമാർക്ക് 5 പുത്രന്മാരും 2 പുത്രിമാരുമാണ് ഉണ്ടായിരുന്നത്. 3ാമത്തെ പുത്രനായ ഗോഡ്ലിഫ് പിതാവിന്റെ വഴി പിന്തുടരുവാൻ വളരെ ആവേശം കാട്ടിയിരുന്നു. സർവകലാശാല പഠനവും വേദപഠനവും അദ്ദേഹം പൂർത്തിയാക്കി. ഒരു സുവിശേഷകനായി കേരളത്തിൽ തന്നെ എത്തി. ഗോഡ്ലിഫിന് ഉദരസംബന്ധമായ രോഗം മൂർച്ഛിച്ചതു കാരണം പെട്ടെന്ന് മരണമടഞ്ഞു. നാഗലിനെ വളരെയധികം പിടിച്ചുലച്ച ഒരു ദുരന്തമായിരുന്നു തന്റെ മകന്റെ മരണം. തകർച്ചയുടെയും കണ്ണുനീരിന്റെയും കയത്തിൽ ജീവിത ക്ഷണഭങ്കുരത ദാർശനിക തിരിവെട്ടമായി. മരണത്തിലൂടെ സ്നേഹതീരമണഞ്ഞ് നാഥനായ ക്രിസ്തുവിനെ മുഖാമുഖം കാണാനുള്ള യാത്രയുടെ ദൈർഘ്യം എത്ര ഹ്രസ്വമാണെന്ന് ആശ്വാസപൂർവം നാഗൽ ഉൾക്കൊണ്ടു. വ്യഥയിൽ ഉഴറിയ മനസ്സ് ജീവിത നിമിഷങ്ങൾക്ക് പുതിയൊരർത്ഥം തിരഞ്ഞു. രാത്രിയിൽ ദൈവത്തിന്റെ ഊഷ്മള കരങ്ങളിൽ ഉറങ്ങുന്നു. അപ്പോഴും സമയമാം രഥം ഉരുളുകയാണ്. പുലരിയിൽ കണ്ണു തുറക്കുമ്പോൾ രക്ഷക സവിധത്തിലേക്കുള്ള ദൂരം വീണ്ടും കുറയുന്നു. സമയമാം രഥം അപ്പോഴും ഉരുളുന്നു. സ്വദേശം കാണുന്നതുവരെ നിത്യമായ വാസസ്ഥാനം പരദീസയാണെന്നും പാരിട വാസം അതിനായുള്ള പരിശീലനകാലം മാത്രമാണെന്നും സ്വസ്ഥചിത്തനായി നാഗൽ അറിഞ്ഞതെല്ലാം നാഗൽ എഴുതി അനശ്വരമായ ഒരു ഗാനം പിറവിയെടുത്തു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു.